ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ കേട്ടൊരു വാർത്തയാണ് ഈ രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നീക്കമായിരുന്നു. അതായത് അദ്ദേഹം രാജിവെക്കുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഒരു 10 ദിവസം മുമ്പ് നടത്തിയ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, തന്റെ കാലാവധി 2027 പൂർത്തിയാകുന്നത് വരെ താൻ അധികാരത്തിൽ ഉണ്ടാകും, അതിനുശേഷമായിരിക്കും റിട്ടയർ ചെയ്യുക എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ അങ്ങനെ പറഞ്ഞൊരു മനുഷ്യൻ പെട്ടെന്ന് ഇന്ന് രാജിവെക്കുകയാണ്. രാജിവെക്കുന്നതിന് കാരണമായി പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അദ്ദേഹം പൊതുവേദിയിലൊക്കെ തളർന്നു വീഴുന്നതായിട്ടും അവശതയിലേക്ക് പോകുന്നതായിട്ടും ഒക്കെയുള്ള ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. മുമ്പ് പലപ്പോഴും അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും വാലിഡ് ആയിട്ടുള്ള ഒരു കാരണം തന്നെയാണ്. ഇപ്പൊ 10 ദിവസം മുമ്പ് ഒരു മനുഷ്യൻ പറയാണ്, ഞാൻ 2027 വരെ ഞാൻ അധികാരത്തിൽ ഉണ്ടാവും, എന്നിട്ടേ റിട്ടയർ ആവൂ എന്ന് പറഞ്ഞാലും 10 ദിവസം വേണ്ട, 10 നിമിഷം മതി ഒരു മനുഷ്യന്റെ ആരോഗ്യസ്ഥിതി മോശമാകാനും തീരുമാനം മാറ്റാനും. അപ്പൊ അതുകൊണ്ട് 10 ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞതിനെ നമ്മൾ വാലിഡ് ആയിട്ട് എടുക്കണ്ട. ആരോഗ്യ പ്രശ്നം ഉണ്ടാകാനായിട്ട്, അല്ലെങ്കിൽ അത് ഉള്ള പ്രശ്നം പെട്ടെന്ന് കൂടാൻ വേണ്ടിയിട്ടോ ഇനി അധികാരത്തിൽ തുടരണ്ട എന്ന് തീരുമാനിക്കാനോ ഒക്കെ നിമിഷങ്ങളോ അല്ലെങ്കിൽ ഏതാനും സെക്കൻഡുകളോ ഒക്കെ മതി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നം ആകാനുള്ള ആ ഒരു പോസിബിലിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. അതിന് ആ ഒരു പോസിബിലിറ്റി നമുക്ക് നിലനിർത്തിക്കൊണ്ട് മറ്റ് സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിക്കാം. അപ്പൊ ഒന്നാമത്തെ പോസിബിലിറ്റി അദ്ദേഹം തന്നെ ഡിക്ലെയർ ചെയ്തതുപോലെ ഹെൽത്ത് പരമായ കാരണങ്ങൾ. ഇനി രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി എന്താണ്? അദ്ദേഹത്തിന് 74 വയസ്സായിട്ടുണ്ട്. അതായത് അടുത്ത 75ാമത്തെ വയസ്സിലേക്ക് പോവാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് മോഹൻ ഭാഗവത് പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ 75 വയസ്സാവുമ്പോൾ രാഷ്ട്രീയം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്, മറ്റൊരാളുടെ സ്റ്റേറ്റ്മെന്റിനെ കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ പറഞ്ഞതാണ്. അത് നരേന്ദ്രമോദിയെ ഉന്നം വെച്ചുകൊണ്ടാണെന്ന തരത്തിലാണ് പലരും അതിനെ വ്യാഖ്യാനിച്ചത്. ഇനി ഒരു പക്ഷേ RSS ഉന്നം വച്ചത് ജഗ്ദീപ് ധൻഖറിനെ ആണോ എന്ന് നമുക്കറിയില്ല. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഇന്റേണൽ പ്രശ്നം RSSും അദ്ദേഹവും BJPയുമായിട്ടൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പുറമേ കാണുന്ന പോലെ അല്ല. BJP എന്ന് പറയുന്നത് ഒരു കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ്. അതിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും പബ്ലിക്കലി പെട്ടെന്ന് പുറത്തു വരണമെന്നില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ഇന്റേണൽ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണോ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? അത് ഉദ്ദേശിച്ചത് മോദിക്ക് പകരം ഉപരാഷ്ട്രപതിയെ തന്നെ ആയിരുന്നോ എന്ന ഒരു പോസിബിലിറ്റി, ചെറിയൊരു സാധ്യതയുള്ളൂ കേട്ടോ അതിന്. പക്ഷെ എല്ലാ പോസിബിലിറ്റിയും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി അതാണ്. മൂന്നാമത്തെ പോസിബിലിറ്റി വളരെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു പോസിബിലിറ്റിയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് നമ്മുടെ കോടതിയെ, അല്ലെങ്കിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ വിമർശിച്ചിട്ടുള്ള മറ്റൊരു ഉപരാഷ്ട്രപതിയെ നമുക്ക് കാണാൻ കഴിയില്ല. ജഗ്ദീപ് ധൻഖറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അദ്ദേഹം കോടതി വ്യവഹാരങ്ങളിലെ കാലതാമസത്തെയും അഴിമതിയെയും ഒക്കെ ശക്തമായി വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ അത് അദ്ദേഹത്തിന്റെ രാജിക്ക് ഒരു കാരണമായിട്ടുണ്ടോ? ചില ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ, മലയാള മാധ്യമങ്ങളും ആ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മനോരമയൊക്കെ അടക്കം. അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാരും ഉപരാഷ്ട്രപതിയും തമ്മിലുണ്ടായ ഒരു തർക്കമായിരിക്കാം അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് എത്തിയത് എന്നാണ്. അതിന് കാരണമായി പറയുന്നത്, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു നോട്ടീസ് ഉണ്ടാവുകയാണ്. അതായത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറ്റവിചാരണ ചെയ്യാനുള്ള പ്രമേയ നോട്ടീസാണ് രാജ്യസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിക്കുന്നത്. ഇത് സ്വീകരിച്ചതിനെ ചൊല്ലി ഉണ്ടായ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ആയിരിക്കാം ഇദ്ദേഹത്തിന്റെ രാജിക്ക് കാരണമെന്നാണ് ഈ ഒരു റിപ്പോർട്ടുകളിൽ പറയുന്നത്. അങ്ങനെയും ഒരു സാധ്യതയുണ്ടെന്നാണ്. അതായത് ഇദ്ദേഹം നേരത്തെ ഈ ജസ്റ്റിസ് ഉണ്ടല്ലോ യശ്വന്ത് വർമ്മ, അദ്ദേഹത്തിന്റെ അവിടെ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പ്രതികരിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഉപരാഷ്ട്രപതി. അതിന്റെ പേരിൽ സർക്കാരിന്റെ മേൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതായത് മോദി ഗവൺമെന്റിന് മേൽ എവിടെ നിന്നെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇത്തരം വിഷയങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് സംസാരിക്കാനും കഴിയില്ല. അതാണ് ഇതിന്റെയൊക്കെ ഒരു പ്രശ്നം. അപ്പൊ എന്തായാലും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. കാരണം മോദി സർക്കാരിന്റെ തന്നെ തീരുമാനപ്രകാരം ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ഒരാളാണ് ഒരു ജഡ്ജിനെയും അല്ലെങ്കിൽ ജുഡീഷ്യറിയെയും ഒക്കെ വിമർശിച്ചിരിക്കുന്നത്. അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു സമ്മർദ്ദം സർക്കാരിന് മേൽ ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല. അപ്പൊ ആ ഒരു സമയത്താണ് ഈ പ്രമേയം സ്വീകരിക്കുന്നത്, പ്രമേയ നോട്ടീസ് സ്വീകരിക്കുന്നത്. അപ്പൊ അതിനെ ചൊല്ലി ഒരു തർക്കം ഉണ്ടായിരുന്നിരിക്കാമെന്നും കേന്ദ്ര സർക്കാർ ചിലപ്പോൾ അതിനെതിരായ ഒരു നിലപാടെടുത്തതുകൊണ്ട് അതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം ആരോഗ്യ കാരണങ്ങളെന്ന് പറഞ്ഞ് രാജിവെച്ചതാണോ എന്നും ഒക്കെയുള്ള രീതിയിൽ പ്രതിപക്ഷം അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതായത് 63 അംഗങ്ങൾ ഒപ്പുവെച്ചിട്ടുള്ള ഒരു പ്രമേയ നോട്ടീസാണ് നൽകിയത്. അപ്പൊ ഇത് രാജ്യസഭയിലും നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിലും 2 സഭാധ്യക്ഷരും ചേർന്ന് തുടർ നടപടി സ്വീകരിക്കും എന്നാണ് ഇന്നലെ വൈകുന്നേരം ധൻഖർ പറഞ്ഞത് എന്നും 4 മണിയോട് കൂടിയിട്ട് അദ്ദേഹം പറഞ്ഞത് എന്നും, എന്നാൽ 9 മണി കഴിഞ്ഞ് രാജ്യപ്രഖ്യാപനം ഉണ്ടായി എന്നുമാണ്
പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുമൊക്കെ ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ ഒപ്പോട് കൂടിയിട്ടാണ് ലോകസഭയിലെ പ്രമേയ നോട്ടീസ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊക്കെ കുറെ അവ്യക്തമായ കാര്യങ്ങൾ നമുക്കുണ്ട്, വ്യക്തതയില്ലാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുള്ളതായി കാണാൻ കഴിയും. എന്തായാലും ഈ സഭാധ്യക്ഷന്റെ അല്ലെങ്കിൽ നമ്മുടെ ഉപരാഷ്ട്രപതിയുടെ ചില നിലപാടുകൾ കേന്ദ്ര സർക്കാരിനെതിരായതുകൊണ്ട് അദ്ദേഹവുമായിട്ടുണ്ടായ തർക്കങ്ങൾ കാരണം അദ്ദേഹം ഒടുവിൽ മാറി നിൽക്കാൻ തീരുമാനിച്ചു എന്നാണ് പൊതുവെ ഇപ്പോൾ ഇതിനെ പലരും കാണുന്നത്. പക്ഷെ ഇത് നമുക്ക് വെറും ഊഹം മാത്രമാണ്. നേരത്തെ പറഞ്ഞ സാധ്യതകളിൽ ഒരു സാധ്യത മാത്രമാണ്. അത്തരം സംഭവങ്ങളൊക്കെ പൊളിറ്റിക്കൽ പാർട്ടികൾക്കകത്തുണ്ടാകാം. സ്വാഭാവികമായിട്ട് പ്രതിഷേധിച്ച് രാജിവെക്കാം, അത് തുറന്നു പറയണമെന്നൊന്നുമില്ല ഈ ഘട്ടത്തിൽ. എന്തായാലും പ്രത്യേകിച്ച് ഇദ്ദേഹം ഈ നമ്മുടെ ജുഡീഷ്യറിക്കെതിരെ നടത്തിയ തലങ്ങും വിലങ്ങുമുള്ള വിമർശനങ്ങൾ, അതുപോലെ കർഷകരുടെയും ഗുസ്തിക്കാരുടെയും ഒക്കെ സമരങ്ങളിൽ ഇദ്ദേഹം എടുത്തിട്ടുള്ള മുൻകാല നിലപാടുകളൊക്കെ ഇപ്പോൾ വീണ്ടും ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഉപരാഷ്ട്രപതി എന്ന നിലയിൽ നിന്ന് നമ്മുടെ ധൻഖർ രാജിവെച്ചിട്ടുണ്ട്. വളരെ സരസമായ രീതിയിൽ, നർമ്മം നിറഞ്ഞ രീതിയിലൊക്കെ പ്രതികരിക്കുന്ന ഒരു ആളാണ് ഇദ്ദേഹം. വളരെ സൗമ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതിനു മുമ്പും പക്ഷെ അദ്ദേഹം പല വിവാദങ്ങളിലുമൊക്കെ പെട്ടിട്ടുമുണ്ട് എന്നുള്ളതാണ് സഭയിൽ തന്നെ. അപ്പം എന്താണെങ്കിലും ഇപ്പോൾ അദ്ദേഹം ഈ രാജിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഉയരുന്ന പ്രധാന ചോദ്യം, അദ്ദേഹം എന്തിന് രാജിവെച്ചു എന്നതിലുപരിയായിട്ട് ആരാകും അടുത്ത ഉപപ്രധാനമന്ത്രി എന്നതാണ്. പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ ഒന്ന് നമ്മുടെ നിതീഷ് കുമാർ, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പേര് കേൾക്കുന്നുണ്ട്. ശശി തരൂറിന്റെ പേര് കേൾക്കുന്നുണ്ട്. കേരള ഗവർണറായിരുന്ന ആരിഫ് ഹുസൈന്റെ പേര് കേൾക്കുന്നുണ്ട്. വേറെയും പല പേരുകളും ഇന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു സ്ഥിരീകരണമൊന്നുമില്ല. കാരണം ഒഫീഷ്യലായിട്ട് എവിടെയും BJP അവരുടെ വക്താക്കളോ ഒന്നും ഒരു പേരും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താണെങ്കിലും NDAക്ക് ഒറ്റയ്ക്ക് തന്നെ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഭൂരിപക്ഷം സഭകളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ സഹായം ഇല്ലാതെ തന്നെ NDAക്ക് അടുത്ത ഉപരാഷ്ട്രപതി ആരാകും എന്ന് തീരുമാനിക്കാൻ സാധിക്കും. എന്തായാലും ധൻഖറിന്റെ ഈ രാജി വെച്ച ഈ ഒരു നീക്കം രാജ്യാന്തര തലത്തിൽ തന്നെ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. കാരണം എന്താണ് ശരിക്കും സംഭവിച്ചത്? ആരോഗ്യ പ്രശ്നങ്ങൾ എന്നത് വെറുതെ പറയുന്നതാണോ? മറ്റെന്തൊക്കെയോ ഇതിന്റെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട്, സിസ്റ്റത്തിന്റെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഈ ഒരു സംഭവം. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തു വരും, കൂടുതൽ വ്യക്തത കൈവരും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.